ഇനി ഇതിവിടെ മാത്രം സംഭവിക്കുന്നതാണോ? അല്ലല്ലോ. ഇത് പത്താംകോട്ട് സംഭവിച്ചില്ലേ? ഉറിയിൽ സംഭവിച്ചതാണ്. ഇത് പല ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കുറ്റം പറയാൻ കഴിയില്ല. കുപ്രസിദ്ധമായ 1000 കട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത് പാക് സൈന്യത്തിന്റെ മുഖമുദ്രയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ പലതായി പല മേഖലകളിൽ പലതായി വെട്ടി കീറലുണ്ടാക്കി മുറിവുണ്ടാക്കി ചോര ഊറ്റുക എന്ന് പറയുന്ന അവരുടെ പ്രഖ്യാപിത നിലപാടല്ലേ? ഇനി നമുക്കിനിയും എന്താണ്, നമുക്ക് സമാധാനം പറഞ്ഞ്, അഹിംസ പറഞ്ഞ്, വിവേകം പറഞ്ഞ്, വിവേചനം പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാനാവുമോ ഇനി? എനിക്ക് തോന്നുന്നില്ല ശ്രീ ഹാഷ്മി, അതിൻ്റെ സമയം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് വെറും ഒരു നീതി അല്ലെങ്കിൽ നമ്മളെ 26 ആളുകൾ നമ്മുടെ സ്വന്തം പൗരന്മാരെ വളരെ ക്രൂരതയോടെ വധിച്ചത് മാത്രമല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ നീതി നടപ്പാക്കണം, ആ ആളുകൾ ആ കുടുംബത്തിന് ആ നീതി വേണം. രണ്ടാമതായിട്ടുള്ള വേണ്ടത്, നമുക്ക് ഇതുപോലുള്ള ഒരു കാര്യം ഇനി വീണ്ടും ഉണ്ടാവരുന്നുള്ള ഡിറ്ററൻസ് അല്ലെങ്കിൽ തടയൽ. പാകിസ്ഥാൻ ആരാണോ ചെയ്തത്, പാകിസ്ഥാൻ സൈന്യത്തിൽ എവിടാണോ ചെയ്തത്, ആരാണോ ചെയ്തത്, അവരുടെ മനസ്സിനകത്ത് ഇത് കയറണം. ഇത് നിങ്ങൾ ഇനി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോവും. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് ഡെഫിനറ്റായിട്ട് ഒരു ആക്ഷൻ വേണം എന്ന് പറയുന്നത്. അതിനകത്ത് ഡെഫിനറ്റായിട്ട് നമ്മൾ ആരും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം ഭാരതം ഒരു പാത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾക്കും പാകിസ്ഥാൻ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പാകിസ്ഥാൻ ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലത്തെ അതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ, അത് ഒരു രീതിയിലുമുള്ളൊരു ഭാവി ഇല്ലാത്തൊരു സ്റ്റേറ്റാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ എത്ര നാളെന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇനി അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് പോകാമെന്ന്. മുംബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഇതല്ലേ ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അവർ നമുക്ക് ഇതേപോലത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ 1000 കട്ട്സിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ വളരുന്നോളം നമുക്ക് ഈ കട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എവിടെ എത്തും? ഇതിൻ്റെ ഒരു ബാക്കിൽ വേറൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ടെററിസ്റ്റ് ആക്ഷൻ ചെയ്തത്? അവർ ഓരോരുത്തരെയും മതം ചോദിച്ചാണ്. എന്തിനാണ് ആ മതം ചെയ്തത്? കാരണം അവർക്ക് ഭാരതത്തിൻ്റെ ഉള്ളിൽ മതങ്ങൾ തമ്മിൽ തല്ലിക്കണമായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ അവർക്ക് ഇതിനൊരു പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ, ഇനി ഒരു തടയൽ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ, അതാണ് ഇതിനകത്ത് വരാൻ പോകുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണിൽ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. ഒന്ന്, പ്രത്യക്ഷമായിട്ട് ഈ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഹാഷിം മൂസ ആയാലും ശരി, ആരായാലും ശരി, അവരെ വധിച്ച് കഴിയും. പ്രത്യക്ഷമായിട്ട് അത് കാണുകയും ചെയ്യും, നമ്മൾക്കത് അറിയുകയും ചെയ്യും. പ്രത്യക്ഷമായിട്ട് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഈ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ, അതായത് അതിനെ ടാർഗറ്റ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രത്യക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ പാകിസ്ഥാൻ സൈന്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ കാര്യവും നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല ചിലപ്പോൾ. പക്ഷേ ഡെഫിനറ്റായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന് നോവണം. പാകിസ്ഥാൻ സൈന്യത്തിൽ ഇരിക്കുന്ന ജനറൽമാർക്ക് നൊന്താൽ മാത്രമേ ഇനി വരും ദിവസങ്ങളിൽ അവർ ഇതുപോലെ വീണ്ടും ചെയ്യാതിരിക്കുന്നു. കാരണം ഒരു സംശയം വേണ്ട ശ്രീ ഹാഷ്മി, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ജനറൽ അസീം മുനീർ എന്ന് പറഞ്ഞ് ആ യൂണിഫോം ഇട്ട ഭീകരവാദി തന്നെയാണ് ഇതിനകത്ത് തുടക്കം കുറിച്ചത്. അപ്പോൾ ആ ലെവലിലുള്ള ആളുകൾക്ക് നൊന്തില്ലെങ്കിൽ ഇത് വീണ്ടും 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 വരും. അപ്പം നമ്മൾ ഏത് പാതയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, ആ പാതയിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഡെഫിനറ്റ്ലി നീതി വേണം, അതുപോലെ തന്നെ ഡിറ്ററൻസ് വേണം. ഇനി ഒരു കുറച്ച് നിങ്ങൾ ചെയ്ത 10 പ്രാവശ്യം വീണ്ടും ആലോചിക്കണം എന്നുള്ള ആ ഡിറ്ററൻസ് വന്നാൽ മാത്രമേ ഇതിനൊരു എപ്പോഴെങ്കിലും ഒരു കംപ്ലീഷൻ എന്നുള്ള വരത്തുള്ളൂ. അതുകൂടാതെ ഒരിക്കലും പുറത്ത് വരാത്ത പല കാര്യങ്ങളും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബലൂചിസ്ഥാനിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പഷ്തൂണിൻ്റെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സിന്ധിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അഫ്ഗാൻ താലിബാനുമായിട്ട് നമ്മൾ അവിടെ പാകിസ്ഥാനിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും ചെയ്യണം. അപ്പം ഇനി ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമല്ല. എങ്ങനെയാണോ നമ്മളെ 1000 കട്ട്സ് ആണെങ്കിൽ അതേ രീതിയിലുള്ള പോളിസി നമ്മളും ഫോളോ ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു കാഴ്ച. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദയ എന്ന വാക്ക് അർഹിക്കുന്നില്ല. കാര്യം നമ്മൾ അനുഭവിക്കാവുന്നതിന് പരമാവധി അനുഭവിച്ച രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ 26 പേരുടെ നിരപരാധി ചോര, ഇനി ഒരൊറ്റ ചോര ഇവിടെ പാകിസ്ഥാൻ കാരണം, അവരുടെ സേനാ മേധാവിമാരുടെ കുൽസിത ബുദ്ധി, ദുഷ്ടബുദ്ധി കാരണം വീണുകൂടാ എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. താങ്കൾ പറഞ്ഞ ശരിയാണ് ശ്രീ